നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ കോഴ ആരോപണത്തിൽ സർക്കാർ അനുമതിയോടെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. വോട്ട് മാറ്റാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് പരാതിക്കാരനായ KPCC ജനറൽ സെക്രട്ടറിയുടെ മൊഴി വിജിലൻസ് സംഘം രേഖപ്പെടുത്തി. ആരോപണ വിധേയനായ ജാഫറിനെയും വിജിലൻസ് സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വടക്കാഞ്ചേരി MLAയെ ചോദ്യം ചെയ്യണമെന്നും അഴിമതിയുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. ഉത്രാളിക്കാവ് പൂരത്തിന്റെ മുന്നോടിയായി എങ്കക്കാട് ദേശത്തിന്റെ പന്തൽ കാൽനാട്ടൽ ഞായറാഴ്ച നടക്കുന്നതോടെ വടക്കാഞ്ചേരി ഉത്സവ ലഹരിയിലേക്ക് മാറും. ഇതിന് പിന്നാലെ ഫെബ്രുവരിയിലെ മച്ചാട് മാമാങ്കത്തിന് ആവേശം പകരാൻ തെക്കങ്കര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച തിരുവാണിക്കാവ് പ്രതിഷ്ഠാദിനം വിപുലമായി ആഘോഷിക്കും. ആനച്ചന്തവും മേളപ്പെരുക്കവും സാംസ്കാരിക പൂരവുമായി വരും ദിവസങ്ങളിൽ നാടും നഗരവും അക്ഷരാർത്ഥത്തിൽ പൂരലഹരിയിൽ മുങ്ങും. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന വിശിഷ്ടമായ വിരുന്നിലേക്ക് മലയാളത്തിന്റെ യുവതാരം ഉണ്ണി മുകുന്ദന് രാഷ്ട്രപതിയുടെ പ്രത്യേക ക്ഷണം. രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെയും സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെയും പങ്കെടുപ്പിച്ച് നടത്തുന്ന ചടങ്ങിലേക്ക് തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ക്ഷണക്കത്ത് കൈമാറിയത്. രാഷ്ട്രപതിയുടെ ക്ഷണം ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്നതാണെന്നും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും താരം പ്രതികരിച്ചു. ജാമ്യത്തിലിറങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അതിവിദഗ്ധമായി പിടികൂടി. കടങ്ങോട് സ്വദേശിയായ പ്രതി ശ്രീജിത്ത് ഹിമാചൽ പ്രദേശ്, ഗോവ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കവേ വയനാട്ടിലെ ഒളിത്താവളത്തിൽ നിന്നാണ് പിടിയിലായത്. ACPയുടെയും ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.